നമസ്കാരം. അപ്പോൾ നമ്മൾ ബാംഗ്ലൂരിൽ ഇപ്പോൾ ഉള്ളൊരു കാര്യം, കൂടുതൽ ആൾക്കാർക്കും ബാംഗ്ലൂരിൽ അഡ്മിഷന് വേണ്ടിയിട്ട് വരുന്നൊരു സമയമാണ്. ഇപ്പോൾ കേരളത്തിൽ നിന്ന് MBA, BBA, BCom ഒക്കെ അഡ്മിഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ബംഗളൂരു എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം സ്റ്റഡി ഇൻ ബംഗളൂരു എന്ന് പറയുന്ന ഒരു പോർട്ടൽ ഓപ്പൺ ആയിട്ടുണ്ട്. നമുക്ക് അതിലേക്കൊന്ന് കടക്കാം. ലൈക്ക് സ്റ്റഡി ഇൻ ബംഗളൂരു. അപ്പം നമ്മൾ ബംഗളൂരു എന്ന് പറയാം. ആ രീതിയിൽ തന്നെ ഇനി നിങ്ങൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് സ്റ്റഡി ഇൻ ബംഗളൂരു തന്നെ ടൈപ്പ് ചെയ്യാം. അങ്ങനെ ഒരു പോർട്ടൽ ഇപ്പോൾ ബാംഗ്ലൂരിൽ ലോഞ്ച് ആയിട്ടുണ്ട്. ഹായ് ഷഫീൻ, ആ ഒരു പോർട്ടൽ എന്താണെന്നും എങ്ങനെയാണെന്നുള്ളത്. ആക്ച്വലി ഇത് ഒരു ഡയറക്റ്റ് അഡ്മിഷൻ പോർട്ടലാണ് സ്റ്റഡി ഇൻ ബംഗളൂരു എന്ന് പറയുന്നത്. അതായത് സ്റ്റുഡൻസിനെ ഡയറക്റ്റ് കോളേജിലേക്ക് എത്തിക്കുക, ഒരു മിഡിൽ മാൻ ഇല്ലാണ്ട് ഡയറക്റ്റ് കോളേജിലേക്ക് എത്തിക്കുക. അവർക്ക് വേണ്ട ഗൈഡൻസും അവർ ഉദ്ദേശിക്കുന്ന ഒരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ അവർക്ക് പ്രൊവൈഡ് ചെയ്യുക. അതാണ് നമ്മുടെ പോർട്ടൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഞാൻ നിങ്ങളെ ഈ ഒരു പോർട്ടലിലേക്ക് നോക്കിയപ്പോൾ, അതേപോലെ തന്നെ ഞാൻ നിങ്ങളെ മീറ്റ് ചെയ്യാനുള്ളൊരു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് ഒരുപാട് കുട്ടികൾ കേരളത്തിൽ നിന്ന് ബാംഗ്ലൂർ വന്ന് പഠിക്കുന്നുണ്ട്. അതെ, പണ്ടൊക്കെ നമ്മൾ പഠിക്കാൻ വരുമ്പോൾ ഒരു പാരൻറ്റ് ഒരു 3 മാസം മുമ്പേ ചെക്ക് ചെയ്യും, എൻ്റെ മകനെ ഞാൻ എവിടെ പഠിപ്പിക്കണം, ഏത് കോളേജാണ് ബെസ്റ്റ്. കാരണം നിങ്ങൾ പറഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ ഒരു മിഡിൽ മാൻ ഉണ്ടാവും. ഒരു 10 മിഡിൽ മാനെ വിളിച്ചിട്ട് ഏത് കോളേജിലാണ് എൻ്റെ മകനെ ചേർത്തേണ്ടത്, എങ്ങനെയാണ് അവനെ പഠിപ്പിക്കേണ്ടത്, എനിക്ക് എത്ര ഫീസ് വരെ കൊടുക്കാൻ പറ്റും, ഈ കാര്യങ്ങൾ ഒരു സമയം ഒരു 3-4 മാസം എടുത്തിട്ടായിരുന്നു ചെയ്ത്. ഇന്നിപ്പോൾ ഒരു റീല് കണ്ടിട്ടോ അല്ലെങ്കിൽ ഒരു വീഡിയോ കണ്ടിട്ടോ ഒരു കോളേജിൽ പോയിട്ട് പലരും ജോയിൻ ചെയ്യണം. കാരണം ഒരു ഐഡിയ ഇല്ല. ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ പല കുട്ടികളും ഇന്ന് ബാംഗ്ലൂരിൽ വന്നിട്ട് ഒന്നെങ്കിൽ അവരെ കപ്പാസിറ്റിക്ക് പറ്റാത്തൊരു കോളേജ് ജോയിൻ ചെയ്തിട്ട് അവർ ഡ്രോപ്പ് ഔട്ട് ചെയ്യാം. രണ്ടാമത്തത്, ഒന്നെങ്കിൽ പാരൻസിന് അവരെ പഠിപ്പിക്കാനുള്ള ബുദ്ധിമുട്ടിൽ ലാസ്റ്റ് അവർ ഡ്രോപ്പ് ഔട്ട് ചെയ്യാം. ഇനി 3, അവരെന്തെങ്കിലും ഫെയിൽ ആയി കഴിഞ്ഞാൽ ലോൺ അടയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് ഡ്രോപ്പ് ഔട്ട് ചെയ്യാം. അപ്പം ബാംഗ്ലൂരിൽ പഠിക്കാൻ വരുന്നതിന് മുമ്പ് പാരൻസ് ശരിക്കും ബാംഗ്ലൂരിലത്തെ കോളേജുകൾ എങ്ങനെയാണ്, അതേപോലെ തന്നെ ഏത് രീതിയിലാണ് ബാംഗ്ലൂരിലത്തെ കോളേജുകൾ ഉള്ളത്, എൻ്റെ മകന് ഏതൊക്കെ കോളേജാണ് ബെസ്റ്റ് എന്ന് നിങ്ങൾ നന്നായിട്ട് നോക്കുക. നിങ്ങളും നോക്കുക, കുട്ടികളും നോക്കുക. മറ്റൊന്നും കൊണ്ടല്ല, ഇന്ന് ബാംഗ്ലൂരിൽ പഠിക്കാൻ വരുന്നതിൽ പലർക്കും ആ ഒരു ഹൈ ലെവലിലേക്ക് എത്താൻ പറ്റുന്നില്ല. കാരണം ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക, അതേപോലെ തന്നെ മീൻസ് ചില ആൾക്കാർക്ക് ഇപ്പം പഠിക്കാൻ ഉദ്ദേശിച്ചത് ഇങ്ങനത്തെ ഒരു കോളേജിലായിരിക്കും, എങ്ങനെ ഒരു സിറ്റിക്ക് അടുത്ത് കുറച്ച് നല്ലൊരു ആംബിയൻസ് ഒക്കെ ആയിരിക്കും. പക്ഷെ അവൻ പോയി ജോയിൻ ചെയ്യുന്നത് ചിലപ്പോൾ ഏതെങ്കിലും ഉൾനാട്ടിലേക്ക് ഒരു അഫിലിയേഷൻ ആയിരിക്കില്ല അവർ കിട്ടുന്നത്. പിന്നെ അവർ ഉദ്ദേശിച്ച ഒരു ഫെസിലിറ്റീസ് ആയിരിക്കില്ല കോളേജസ്. അപ്പോൾ എന്താണോ അവരുടെ ഗൈഡ് ചെയ്യുന്ന ആള് പറയുന്നത് അത് വിശ്വസിച്ച് കണ്ണടച്ച് അവിടെ പോയി ചേരുന്ന ഒത്തിരി, എനിക്ക് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ പറയാം, ഒത്തിരി സ്റ്റുഡൻസ് ലൈക്ക് കോളേജ് ഒന്ന് വിസിറ്റ് ചെയ്യാണ്ട്, ലൈക്ക് എന്താണ് കോളേജ്, എങ്ങനെയാണ് ഇവർ ഈ പറയുന്നതെല്ലാം സത്യമാണോ എന്നൊന്നും വിസിറ്റ് ചെയ്യാണ്ട് കോളേജിൽ അഡ്മിഷൻ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളതിനൊക്കെ ഒരു മാറ്റി ഒരു ഇതിൽ കൊണ്ടുവരിക എന്നാണ് നമ്മുടെ പോർട്ടലിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കൗൺസിലിംഗ് ആവശ്യമുണ്ട്. അതൊരു ഫ്രീ കൗൺസിലിംഗ്. ബാംഗ്ലൂരിലത്തെ കോളേജുകൾ എങ്ങനെയാണെന്ന് അറിയണം. അതേപോലെ തന്നെ നിങ്ങൾക്ക് കോളേജുകളെ കുറിച്ച് ഇപ്പം തന്നെ ഒന്ന് പഠിച്ചു തുടങ്ങുന്നതല്ല. കാരണം എനിക്ക് തോന്നുന്നു ഇനിയിപ്പം മെയ്യിലാണോ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്? മെയ് ഓഗസ്റ്റ് ആ ഒരു ടൈം പീരീഡ് ഡിപ്പെൻഡ് ഓൺ കോഴ്സസ്. മെയ് ഓഗസ്റ്റ് ടൈമിലാണ് ഇപ്പോൾ BBA ഡിഗ്രി കോഴ്സുകൾ, MBA കോഴ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ സമയത്തിന് മുമ്പായിട്ട് നിങ്ങളൊരു ഇപ്പം തന്നെ തുടങ്ങുക. ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഗൈഡ് നിങ്ങൾ ഇപ്പൊ തന്നെ അത് സ്റ്റാർട്ട് ചെയ്യാം. ഫ്രീ 1 lakh ഫ്രീ കൗൺസിലിംഗ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 1 lakh സ്റ്റുഡൻറ്റിനുള്ളത്. ഓക്കെ, അതിനുള്ള ഒരു ടീം നമ്മുടെ ഉണ്ട്. ഓക്കെ. അപ്പൊ ഇതൊക്കെ നിങ്ങളുടെ ടീമിലുള്ള മെമ്പേഴ്സ് ആണ് ഇവിടെ ഉള്ള എല്ലാവരും ഈ ഒരു സ്റ്റഡി ഇൻ ബംഗളൂരിനെ കണക്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഇതെല്ലാം നമ്മുടെ ടീം. ഓക്കെ. അപ്പൊ ഞാനിപ്പോൾ ഉള്ളത് സ്റ്റഡി ഇൻ ബംഗളൂരിന്റെ ഇവരുടെ ഈ ഒരു ഓഫീസിലാണ്. ഈ ഒരു ഓഫീസ് വരുന്നത് കോർമംഗളിലാണ്. കോർമംഗള ജ്യോതിനിവാസ് കോളേജിന്റെ അടുത്തായിട്ടാണ് വരുന്നത്. അപ്പം ഞാൻ ഒന്ന് നടന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഈ ഒരു സംഭവം നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഇവരുടെ ഈ ഒരു ഓഫീസും ഇതിനു വേണ്ടിയുള്ള കാര്യങ്ങളും ഒക്കെ. പിന്നെ നമ്മൾ ഈ ഒരു വീഡിയോ ഒരു അക്കാഡമീൻ്റെ ഉള്ളിൽ നിന്നായിട്ട് ചെയ്യുന്നത്, ഇവർ എല്ലാ അക്കാഡമിനെയും കണക്ട് ചെയ്യുന്ന ഒരു പോർട്ടലാണ്. അപ്പോൾ നിങ്ങൾ ബാംഗ്ലൂരിൽ നിങ്ങളെ മകനുള്ള അല്ലെങ്കിൽ ഒരു മകൾക്കുള്ള ഒരു അഡ്മിഷൻ ഇപ്പം നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഞാൻ ഇവരെന്തായാലും കണക്ട് ചെയ്യാം. ഇവരെ കണക്ട് ചെയ്യുന്ന കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിലും വീഡിയോയിലും കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇവരെ ഓഫീസ് ലൊക്കേഷനും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിപ്പോൾ നിങ്ങളെ കണക്ട് ചെയ്യുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് പാരൻസിന് ഒന്നുകൂടി നല്ലൊരു ഐഡിയ കൊടുക്കാൻ പറ്റണം. അതേപോലെ തന്നെ സ്റ്റുഡൻസിനും നേരത്തെ ഒന്ന് പ്രിപ്പയർ ചെയ്യാൻ പറ്റണം. ഇവിടെ പലരും ഒരു ദിവസം കൊണ്ട് വന്നിട്ട് ഏതാ കോളേജ്, ഏതാണ് അക്കാഡമി, എന്താ സർട്ടിഫിക്കറ്റ് എന്ന് പോലും അറിയാതാണ് പല കോളേജിലും ജോയിൻ ചെയ്യുന്നത്. ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം പറഞ്ഞാൽ നമ്മുടെ സൈറ്റിൽ തന്നെ ഫ്രീ കൗൺസിലിംഗ് ഉണ്ട്. അതിൽ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അത് പാരന്റ് ആയിക്കോട്ടെ സ്റ്റുഡന്റ് ആയിക്കോട്ടെ അവർക്കുള്ള കൗൺസിലിംഗ് നമ്മുടെ ടീം പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ അതൊരു കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്താൽ തന്നെ അവർക്ക് വേണ്ട എല്ലാ ചോദ്യത്തിനുള്ള ഉത്തരം അതിനുണ്ട്. അതാണ് അതിനുള്ള ബെസ്റ്റ് വേ എന്ന് ഞാൻ പറയാം. അപ്പോൾ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ, കാരണം ഒന്നാമത് നമ്മളെ കൺമുന്നിൽ നിന്നാണ് കുട്ടികളെ നമ്മൾ ബാംഗ്ലൂരിലേക്ക് പഠിക്കാൻ വിടുന്നത്. അപ്പോൾ നിങ്ങൾ കഴിയുന്നതും നിങ്ങൾ ശരിക്കും ഒരുവിധം എല്ലാ കോളേജുകളെ കുറിച്ചൊന്ന് മനസ്സിലാക്കണം.
അതേപോലെ തന്നെ ലൈക്ക് നിങ്ങൾ അറിയണം എങ്ങനെയാണ് കോളേജുകൾ ഉള്ളത്, അതിൻ്റെ രീതി എങ്ങനെയാണ്. ഇനി അത് മാത്രമല്ല, സ്കോളർഷിപ്പ് എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? സ്കോളർഷിപ്പ് നമ്മൾ സ്റ്റുഡൻസിന് സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡിപ്പെൻഡ് ഓൺ കോഴ്സ്, ഡിപ്പെൻഡ് ഓൺ കോളേജിന് ബേസ് ചെയ്തിട്ട് നമ്മുടെ കോളേജുകാർ തരുന്ന സ്കോളർഷിപ്പ് അല്ല, നമ്മുടെ കമ്പനി സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഒരു സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ സ്റ്റഡി ഇൻ ബംഗളൂരു നിങ്ങൾ അവരുടെ പോർട്ടലിൽ കയറി ഒരു കൗൺസിലിംഗ് കഴിഞ്ഞ് നിങ്ങൾക്ക് ഫുൾ ഐഡിയാസ്, ഓരോ കോളേജിൻ്റെ ഫീസ് എങ്ങനെയാണ്, ഏത് രീതിയിലുള്ള കോളേജാണ് എൻ്റെ മകൻ പഠിക്കേണ്ടത്, നിങ്ങളുടെ മകൻ്റെ ഒരു കപ്പാസിറ്റി നോക്കിയിട്ടും കൂടി നിങ്ങൾ കണക്ട് ചെയ്യുക. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ പല പാരൻസും നമ്മളൊക്കെ വിളിക്കാറുണ്ട്, എൻ്റെ മകന് കയറിയ കോളേജ് ശരിയായില്ല, അവനൊന്ന് അവിടെ നിന്ന് മാറ്റി തരുമോ, ഒന്ന് ഫീസ് ഒന്ന് റീഫണ്ട് ആക്കി തരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുമോ. അതേപോലെ തന്നെ ചില കുട്ടികൾ നമ്മളെ വിളിച്ചിട്ട് പറയും, റാസിൽക്ക നമ്മൾ ഇത്രയും ഉള്ളിലേക്കുള്ള ഒരു കോളേജ് വന്നിട്ടാണ് പെട്ടത്, നമുക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമോ, സപ്പോർട്ട് ചെയ്ത് തരാൻ. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു മാസം നിങ്ങളെ മക്കൾക്ക് വേണ്ടിയിട്ട് ഒരു മാസം ഒന്ന് മാറ്റി വെച്ച് നിങ്ങൾ കോളേജുകളെ കുറിച്ചൊന്ന് പഠിക്കുക. കാരണം നിങ്ങളിത് സീരിയസ് ആയിട്ട് തന്നെ എടുക്കുക. കാരണം മക്കളെ രീതിയിൽ നോക്കിക്കോട്ടെ, ഞാൻ നോക്കേണ്ടെന്ന് പറയില്ല, പക്ഷേ നിങ്ങളൊന്ന് പഠിക്കുക. എൻ്റെ മകൻ എങ്ങനത്തെ ഒരു കോളേജിലാണ് പഠിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ എൻ്റെ മകൾ എന്ത് കോളേജിലാണ് പഠിക്കാൻ പോകുന്നത്, ഏത് രീതിയിലായിരിക്കണം. അതേപോലെ തന്നെ ഇവിടെ ആരാണ് കൂടെ ഉള്ളത്, സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന എങ്ങനത്തെ ആൾക്കാരുണ്ട്, ഒരു ഗാർഡിയൻ ഉണ്ടോ, ഗൈഡ് ഉണ്ടോ, ഇനിയിപ്പോൾ എന്തെങ്കിലും സ്കോളർഷിപ്പ് ഓപ്ഷൻ ഉണ്ടോ, എനിക്ക് എന്തെങ്കിലും ഫീസ് റിഡക്ഷൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടോ, എല്ലാം ഒന്ന് മനസ്സിലാക്കുക. എന്തായാലും ഞാൻ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനും വീഡിയോയിലും കൊടുക്കുന്നുണ്ട്. നിങ്ങൾ സ്റ്റഡി ഇൻ ബാംഗ്ലൂർ എന്ന് പറയുന്ന വെബ്സൈറ്റിലൊന്ന് കയറി ചെക്ക് ചെയ്ത് പോർട്ടലിലൊന്ന് രജിസ്റ്റർ ചെയ്തിടുക. സോ താങ്ക് യു. എന്തായാലും നിങ്ങൾ ഈ ഓഫീസും നിങ്ങളെ ഈ ടീമിനെയൊക്കെ നമുക്ക് എല്ലാവർക്കും കാണിച്ചു തരാൻ പറ്റി. അപ്പം ബാംഗ്ലൂരിൽ മക്കളെ എല്ലാവരും, ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഒരുവിധ ആൾക്കാരും ബാംഗ്ലൂരിലേക്ക് തന്നെയാണ് മക്കളെ വിടുന്നത്. അത് കമ്മ്യൂണിക്കേഷൻ സ്കില്ലും കുട്ടികളൊന്ന് ഡെവലപ്പ് ചെയ്യണം, കുട്ടികളൊന്ന് ബെറ്റർ ആവണം എന്നുള്ള രീതിയിലാണ് വിടുന്നത്. അതിന് നല്ലൊരു ഓപ്ഷൻ തന്നെ ആവട്ടെ ഈ സ്റ്റഡി ഇൻ ബാംഗ്ലൂർ. താങ്ക് യു.